വഖഫ് നിയമ ഭേദഗതി ബില്ലിനെ പിന്തുണച്ചതിന് പിന്നാലെ JDU-വിൽ കൂടുതൽ രാജി. മുതിർന്ന നേതാക്കളായ മുഹമ്മദ് അഷ്റഫ് അൻസാരി, മുഹമ്മദ് തബ്രസ് സിദ്ദിഖി എന്നിവരാണ് രാജിവെച്ചിരിക്കുന്നത്. രാജിവെച്ചവർ പാർട്ടിയിൽ ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിച്ചിരുന്നവരല്ലെന്നാണ് JDU ദേശീയ നേതൃത്വത്തിന്റെ വിശദീകരണം. വിനീത VG ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. വിനീത, വഖഫ് നിയമ ഭേദഗതി ബില്ലിൽ JDU എന്ത് നിലപാട് സ്വീകരിക്കും എന്നത് വളരെ ആകാംക്ഷ നിറഞ്ഞൊരു ചോദ്യമായിരുന്നു. നിരുപാധികം JDU ആ ബില്ലിൽ BJP പിന്തുണയ്ക്കുന്നതാണ് നമ്മൾ കണ്ടത്. അത് സ്വാഭാവികമായും പാർട്ടിക്കകത്ത് ഒരു ആഭ്യന്തര പ്രശ്നമായി മാറിയിരിക്കുകയാണല്ലോ. അതിന്റെ ഭാഗമാണല്ലോ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന രാജി. എങ്ങനെയാണ് ദേശീയ നേതൃത്വം ഈ സ്ഥിതിവിശേഷത്തെ കാണുന്നത്? തീർച്ചയായും GK സൂചിപ്പിച്ചതുപോലെ ബീഹാറിലടക്കം അടുത്തൊരു തെരഞ്ഞെടുപ്പ് കൂടി നടക്കുന്ന പശ്ചാത്തലത്തിൽ JDU-വിന്റെ ഇത്തരം തീരുമാനങ്ങൾ അത് ബീഹാറിലടക്കം BJP-ക്ക് നിർണായകം തന്നെയാണ്. ഇപ്പോൾ ഈ വഖഫ് ബില്ല് അത് രാജ്യസഭയിൽ കൂടി പാസാക്കിയതിന് പിന്നാലെയാണ് JDU നേതാക്കൾ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഒരു ഷാനവാസ് മാലിക് രാവിലെ രാജി അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെ ഇപ്പോൾ രണ്ട് നേതാക്കൾ കൂടി രാജിവെച്ചിരിക്കുകയാണ്. മുതിർന്ന നേതാവ് മുഹമ്മദ് അഷ്റഫ് അൻസാരി, ഒപ്പം തന്നെ മുഹമ്മദ് തബ്രസ് സിദ്ദിഖി എന്നിവർ കൂടി രാജിവെച്ചു. പക്ഷെ അതേസമയം ഈ രാജി തള്ളിയിരിക്കുകയാണ് JDU-വിന്റെ ദേശീയ നേതൃത്വം. രാജിവെച്ചവർ പാർട്ടിയിൽ ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിച്ചിരുന്നവരല്ലെന്നാണ് ഈ JDU-വിന്റെ ദേശീയ നേതൃത്വം നൽകുന്ന വിശദീകരണം. ഒപ്പം തന്നെ സംഘടനയിൽ ആർക്കും ഇവരെ അറിയില്ലെന്നും ദേശീയ വക്താവ് രാജീവ് രഞ്ജൻ പ്രസാദ് പറഞ്ഞു. മുഖ്യമന്ത്രി നിതീഷ് കുമാറിനൊപ്പം പാർട്ടി ഉറച്ചു നിൽക്കുമെന്നും ഒപ്പം തന്നെ NDA എടുത്ത തീരുമാനത്തെ ഞങ്ങൾ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നുവെന്നുമാണ് ഈ ഘട്ടത്തിൽ ദേശീയ വക്താവ് വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ ദേശീയ നേതൃത്വം ഇങ്ങനെയൊരു നിലപാടുമായി മുന്നോട്ട് പോകുമ്പോഴും ഈ JDU-വിനുള്ളിൽ ഒരു പൊട്ടിത്തെറി നടക്കുന്നുണ്ടെന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഈ ബില്ലിനെ പിന്തുണച്ച JDU-വിന്റെ നിലപാടിനെതിരെ വലിയ വിവാദങ്ങൾ പാർട്ടിക്കുള്ളിൽ തന്നെ നടക്കുന്നു. 3 നേതാക്കളാണ് ഇതിനോടകം രാജി അറിയിച്ചിരിക്കുന്നത്. വിനീത VG ആണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ.